ഇന്നും ഒരു കർക്കിടകം സ്പെഷ്യൽ റെസിപ്പിയാണ്. എള്ളിൻ്റെയും അവിലിൻ്റെയും ഒപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ചേരുവ കൂടി ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ടത് കറുത്ത എള്ള് തന്നെയാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മുടി കൊഴിച്ചിൽ മാറി നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് മുടി വളരാനും അകാല നര തടയാനും ഒക്കെ എള്ള് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് തിളക്കം കൂട്ടാനും ഹൃദയാരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ എള്ള് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് എള്ള് കഴിക്കാം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊരു കോട്ടൺ തുണിയിൽ നിരത്തിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ എള്ള് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. കർക്കിടകത്തിൽ മാത്രമല്ല, ദിവസവും 1 സ്പൂണെങ്കിലും എള്ള് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഈ എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ആശാളിയാണ്. 1/4 കപ്പ് ആശാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഈ പാനിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി തുടങ്ങും. ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ പൊട്ടി വരും. ഒരുപാട് അയൺ കണ്ടൻറ്റും ഫൈബർ കണ്ടൻറ്റും ഒക്കെയുള്ള ഒന്നാണ് ആശാളി. നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ രക്തക്കുറവിനും ഒക്കെ കഴിക്കാവുന്ന ഒന്നാണ് ആശാളി. കർക്കിടകത്തിൽ നമ്മൾ ഉലുവക്കഞ്ഞിയിലൊക്കെ ആശാളി ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതും പൊട്ടി വന്നിട്ടുണ്ട്. ഇതും ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അവിലാണ്. 2 കപ്പ് അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. മട്ടയരിയുടെ അവിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തത് കൊണ്ട് വെളുത്ത അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മട്ട അവിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതും 1-2 മിനിറ്റ് കൊണ്ട് തന്നെ റോസ്റ്റായി വരും. ഇത് ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മധുരത്തിനാവശ്യമായ കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. കരിപ്പട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ അവിൽ പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ 5 ഏലക്ക തൊലി കളഞ്ഞ് അതും കൂടി ചേർത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആശാളി കൂടി ചേർത്ത് അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതും നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ ജാറിലേക്ക് തന്നെ എള്ള് കൂടി ചേർത്ത് പൊടിച്ചെടുക്കുകയാണ്. എള്ള് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രമേ ഈ എള്ളുണ്ട നമുക്ക് കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. തേങ്ങ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ എള്ള് ചേർക്കുകയാണ്. നമുക്കിതിലേക്ക് നട്ട്സൊക്കെ പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. നിലക്കടലയോ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ലാസ്റ്റ് ഞാൻ കുറച്ച് വറുത്ത നിലക്കടല കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പൊടിച്ച അവിലും എള്ളും എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറി വരുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത നിലക്കടല കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കർക്കിടകത്തിൽ മാത്രമല്ല, ഇതുപോലെ തയ്യാറാക്കി വെച്ച് ദിവസവും 1 ഉണ്ട വീതം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി
നല്ല ഇടതൂർന്ന് മുടി വളരാനും ഒക്കെ ഇത് സഹായിക്കും. നമ്മൾ ഈ എള്ളുണ്ടയിലേക്ക് ആശാളി കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്തിയാണ്, വളരെ ന്യൂട്രീഷ്യസുമാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.